വാസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. അതുമാത്രമായി സണ്ണിക്ക് അറിയേണ്ടിയിരുന്നു. ഇല്ല, ആന്റി നേരെ വന്ന് എന്നോടാ പറയുന്നത്. അവനല്ലാതെ തന്നെ വേണ്ടുവോളം ചിന്തകളുണ്ട്. ആന്റി പറഞ്ഞ അവനോട് പറയണ്ടെന്ന് ഞാനും ശരിവെച്ച്. എന്തിനാ ഇനി ഇതുകൂടെ അവന്? അല്ല, വേറൊന്നും ഉണ്ടായിട്ടല്ല. അവന് വേണ്ടിയാണ് സാന്ദ്ര സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് അവനെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയായിരിക്കും. ഞാനിനി എന്താണ് വേണ്ടത്? പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ അവൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ഞാൻ കരുതിയില്ല. എന്നോട് സംസാരിക്കാറ് പോലില്ല അവളിപ്പോൾ. അമ്മച്ചി അപ്പച്ചനൊക്കെ അതുപോലെ തന്നെ. എനിക്ക് മുന്നേ തോന്നിയിരുന്നു ആൾക്ക് വസുവിനോട് അങ്ങനെ താല്പര്യമുണ്ടെന്ന്. അത് ഞാൻ 1-2 വട്ടം വസുവിനോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ വെറും തോന്നൽ മാത്രമായിട്ട് അവൻ തള്ളിക്കളഞ്ഞു. അല്ല, അതിപ്പം നിനക്കും തോന്നിയിട്ടില്ലല്ലോ സാന്ദ്രയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. വസു അവളൊരു കുഞ്ഞനുജത്തിയെ പോലെ കാണുന്നുള്ളൂ. ആരെയാ തെറ്റു പറയേണ്ടത്? ശരണും ചിന്താകുഴപ്പത്തിലായി. കാപ്പി. അപ്പോഴേക്കും തെരേസ അണ്ടൂർക്കുള്ള കാപ്പിയുമായി മുറിയിലേക്ക് വന്നിരുന്നു. അയ്യോ, ഞങ്ങൾ താഴേക്ക് വരുന്നല്ലോ. ആന്റിക്ക് വെറുതെ ബുദ്ധിമുട്ടായില്ലേ? കുഴപ്പമൊന്നുമില്ല, ചൂടാറുന്നതിന് മുമ്പ് എടുത്ത് കുടിച്ചേക്കൂ. കപ്പുകൾ സൈഡ് ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ട് തെരേസ വെളിയിലേക്ക് കടന്നു. നീ ഏതായാലും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കണ്ട. പേഴ്സണൽ കാര്യങ്ങൾ മാക്സിമം വർക്കായിട്ട് റിലേറ്റഡ് ചെയ്യാതിരിക്കുന്ന നല്ലത്. അതാ കൂടി കുഴയും. വസുവിനെ കാണുന്നില്ലേ? മറ്റു തിരക്കുകളിൽ ഏർപ്പെടുമ്പോൾ മനസ്സിൽ കുമിഞ്ഞുകൂടുന്ന ചിന്തകളും ചോദ്യങ്ങളൊക്കെ ഒരു പരിധിവരെ മാറി നിൽക്കുന്ന അവൻ പറയാറ്. അത് സത്യമായിരിക്കണം. അതുകൊണ്ടാ അവൻ്റെ ഉള്ളിലെ വേദന പുറത്തേക്ക് കാണാത്തത്. എത്ര പേഷ്യൻസാണ് നിന്നെ കാത്തിരിക്കുന്നത്. അവർ നിരാശരാക്കണ്ട. എടാ വസു, അവനൊന്നും അറിഞ്ഞേക്കരുത്. സണി അപ്പോഴും ആ ഒരു ചിന്തയിൽ കുടുങ്ങിന്നിരുന്നു. ഇല്ലടാ, ഞാൻ പറയില്ല. പക്ഷെ പിന്നീട് എപ്പോഴെല്ലാം അറിയുകയാണെങ്കിൽ അന്നവൻ ചോദിക്കില്ലേ എന്നോട് നിന്നോട് എന്തിനാണ് മറച്ചു വെച്ചതെന്ന്? അപ്പോഴെന്ത് പറയും? എനിക്ക് തോന്നുന്നു വസു എന്നെ സാന്ദ്രയോടും സംസാരിക്കുന്നത് കുറച്ചുകൂടെ നന്നാവുമെന്ന്. വേണ്ടടാ, അത് വസുവിൻ്റെ സമാധാനം കൂടെ കെടുത്തോ ഉപയോഗിക്കുന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. അറിയാലോ, സാന്ദ്രയ്ക്ക് പിടിവാശി കൂടുതലാണ്. വസുവിനോട് അവൾ വാശിയോടെ എന്തെങ്കിലും പറഞ്ഞാലോ അതോ എന്നെ മനസ്സിലൊരു കരടായി തന്നെ കിടന്നേക്കും. എനിക്ക് ഭയ ഇതെങ്ങാനും ഞാനും വസുവായിട്ടുള്ള നല്ല ബന്ധത്തെ ഇല്ലാതാക്കി കളയുമെന്ന്. അതിനു മാത്രം ബന്ധമുള്ളടാ നീയും വസുവും ഞാനൊക്കെ തമ്മിൽ. ആരുതാത്തൊന്നും നീ ചിന്തിക്കണ്ട. കാപ്പി പിടിക്കുക. ശരണ ഒരു കപ്പ് സണ്ണിക്ക് നൽകി മറ്റേത് കയ്യിലെടുത്തു. നീ വാ, എനിക്ക് സാന്ദ്രയെ കാണണം. ഇതേക്കുറിച്ചൊന്നും സംസാരിക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ അവളെ പറഞ്ഞു ഉപദേശിക്കാൻ നീ എന്നെ വിളിച്ചു വരുത്തിയാണെന്ന തോന്നൽ വേണ്ട അവൾക്ക്. ശരൺ സണ്ണിക്കൊപ്പം സാന്ദ്രയുടെ മുറി ലക്ഷ്യമിട്ടു. ലോക്കാണെന്ന് കരുതിയെങ്കിലും ചാരി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സണ്ണി അകത്തേക്ക് തള്ളി തുറന്നു. അവൾ കണ്ണുകളടച്ച് ചെരിഞ്ഞ് കിടപ്പായിരുന്നു. സാന്ദ്ര, സണ്ണി വിളിച്ചുവെങ്കിൽ അവൾ ഉണർന്നില്ല. സണ്ണി വീണ്ടും വിളിക്കാൻ തുടങ്ങിയ ശരൺ തടഞ്ഞു. വേണ്ട, ശല്യപ്പെടുത്തണ്ട, ഉറങ്ങിക്കോട്ടെ. ശരൺ ഇറങ്ങിയതും പുറകെ വാതിൽ ചാരി സണ്ണിയും പുറത്തേക്ക് ഇറങ്ങി. കാൽ പെരുമാറ്റം അകന്നപ്പോൾ മാത്രം സാന്ദ്ര കണ്ണുകൾ തുറന്നു. അല്പം മുമ്പേ വന്ന് തെരേസ പറഞ്ഞ് ഓർത്തു അവൾ. ശരൺ വന്നിട്ടുണ്ട്. ചിലപ്പോൾ സണ്ണിക്ക് കൂട്ടുപിടിക്കാനായിരിക്കും. ഇനി അവൻ്റെ കൂടി കേൾക്കാൻ നിൽക്കണ്ട. രാധികയോട് ഞാൻ പറഞ്ഞൊക്കെ ഇതിനോടകം സണ്ണിയുടെ ചെവിയിലെത്തിക്കാണ്. ഉറക്കം നടിച്ചങ്ങ് കിടന്നേക്ക്. വീണ്ടും ഒന്ന് എന്നെ കേൾക്കാനും മുറിവേറ്റി കിടക്കുന്ന മനസ്സിനെ ഇനിയും മുറിപ്പെടുത്താനായി വിട്ടു നൽകാനും വയ്യ. സാന്ദ്ര എണീറ്റ് തുറന്നെടുക്കുന്ന ജനലോരത്തേക്ക് നടന്നു. സത്യത്തിലെ വസുവിൻ്റെ വീടൊരു ഹെവനാണ് പപ്പ. എന്തൊരു ഒത്തൊരുമയും സ്നേഹമാണ് അവിടെ എല്ലാവർക്കും. ചന്തുവിനെ തേടി വന്നിരിക്കുന്ന എത്ര വലിയ ഭാഗ്യ. ഈ 20 വർഷത്തോളം അവൾക്ക് അന്യമായതൊക്കെ ആ വീട്ടിൽ കയറി ചെല്ലുന്നോട് അവളിലേക്ക് വന്നു ചേരും. അത്താഴത്തിനുള്ള ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്ന എബ്രഹാം എഴുതിക്കൊണ്ടിരുന്ന നോട്ട്സ് അടച്ചു വെച്ച് ചിഞ്ചു കിച്ചണിലേക്ക് വന്ന് സ്ലാബിൽ കയറി ഇരുന്നു. ചുമ്മാ ഇരിക്കണ്ട, ആ വെജിറ്റബിൾ എടുത്ത് അരിഞ്ഞിടും. വയറ്റിലോട്ട് വല്ലതും പോകണ്ടേ? പപ്പ, ചിഞ്ചു മുഖം ചുളിച്ചു. വേണേ മതി, ഇല്ലേ ചപ്പാത്തി മാത്രം കഴിച്ചൊക്കെ മിണ്ടാണ്ടിരുന്നോണം. ഇതാ ഞാൻ ഈ ഭാഗത്തോട്ട് വരാത്ത വന്ന അപ്പം എന്തെങ്കിലും പണി വരും. പിന്നെ എന്നും പുറത്തു കഴിക്കാൻ പറ്റുമോ? ആരോഗ്യത്തിന് കേടാടി. മേലനങ്ങാ 3 നേരം ഫാസ്റ്റ് ഫുഡ് അടിച്ചാലേ അത്രയും ഫാസ്റ്റായിട്ട് മേൽപോട്ടും പോവാം. പറയുന്ന കേട്ടാ തോന്നും മേലാൻകിട്ട് ഇവിടെ സദ്യനെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഇതൊക്കെ തന്നെയേ ഉള്ളൂ, ഈ ഉണക്ക ചപ്പാത്തി, വെജിറ്റബിൾ കറി. വസുവിന്റെ വീട്ടിലെ ഡിന്നർ എന്ത് രസമായിരുന്നു. ഇപ്പോഴും നാവിൽ കപ്പലോട്. രാധികാന്റെ ബഹു മേടിക്കുക പാചകത്തില്. പാറുമ്മയെ പോലെ തന്നെ. ബട്ട് പാറുമ്മ നോൺ വെജ് കുക്കിയില്ലല്ലോ. രാധികാന്റെ അതും നന്നായിട്ട് ചെയ്യും. ആ രുചിക്കൊപ്പം ശരണിന്റെയും വരണിന്റെയും തമാശകളും വിശനങ്കിളുടെ കുറെ വക്കീൽ കഥകളും വസുവിന്റെ സ്നേഹത്തോടെയുള്ള കളിയാക്കലുകളൊക്കെയായി. ഇനി വല്ലാതെ മിസ് ചെയ്യുന്നു പപ്പ. ഇവിടെ എപ്പോഴും ഞാനും പപ്പയും മാത്രം. ആ രാത്രി തനിക്ക് അത്രമാത്രം സ്പെഷ്യലാണെന്ന് അവൾ വീണ്ടും അബ്രഹാമിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നിന്നെയും തേടി വന്നല്ലേ ആ ഭാഗ്യം. നീയല്ലേ വേണ്ടെന്ന് വെച്ച്. അതിന് ശരണം ആ വീട്ടിലല്ലല്ലോ, ആ ഫാമിലിയിൽ തന്നെയല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ ശരണെന്നോ വസു എന്നോ വ്യത്യാസമില്ലെന്നാണ്. രണ്ടുപേർക്കും തുല്യ സ്ഥാനവും പരിഗണനയുണ്ട് അവിടെ. ഇപ്പം ഞാൻ അതേക്കുറിച്ച് ആലോചിക്കാതില്ല കേട്ടോ. ബാസ്കറ്റിലെ പച്ചക്കറികളിൽ നിന്നൊരു ക്യാറ്റ് എടുത്ത് കടിച്ചു പൊട്ടിച്ചവൾ. റിയലി? എങ്കിൽ എനിക്ക് 150 വട്ടം സമ്മതം. എബ്രാഹിമിന്റെ മുഖത്ത് ഒരേ സമയം അതിശയവും സന്തോഷവും. അതെന്താണ്? സണ്ണിയെ പറയുമ്പോൾ 100 വട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെങ്ങനെ അതിനേക്കാൾ കൂടി? ശരണിനെ എനിക്ക് നന്നായിട്ട് ബോധിച്ചു. ഒറ്റ വാക്കി പറഞ്ഞ എ ജെന്റിൽ യങ് മാൻ. അതിനർത്ഥം സണ്ണി മോശമാണെന്നല്ല, അവൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് അവനും ഉണ്ട്. അതെന്താടി വോൾട്ടേജ് വാങ്ങിയത്? എന്നിരുന്നാലും സണ്ണി എന്നെ മുന്നിലല്ലേ. നീ എന്താടി നന്നാവാത്ത? നിന്നെ വേണ്ടാത്തവനോട് പോവാൻ പറ. എന്നിട്ട് ആ ശരണിനെ തന്നെ അങ്ങോട്ട് ഉറപ്പിക്കുക. പപ്പ
ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ തമാശിക്കാൻ നിൽക്കരുത് എന്ന്. കട്ടിംഗ് ബോർഡ് എടുത്ത് അവൾ പച്ചക്കറികൾ അരിഞ്ഞിടാൻ തുടങ്ങി. അതിന് നീ എന്താ ഇപ്പൊ സീരിയസ് ആയി പറഞ്ഞ്? ഒന്നുമില്ല, എനിക്ക് പിന്നെ ചാൻസ്, അപ്പൊ തിരിച്ചു തന്നേക്കാം. ചിഞ്ചു മുഖം വെട്ടിച്ച് കളഞ്ഞു. എബ്രഹാം അത് കണ്ട് ഉറക്കെ ചിരിച്ചു. അമ്മച്ചി, രാധികാന്റിക്ക് വിളിച്ചിരുന്നോ? രാത്രി അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്ന തെരേസയോട് സണ്ണി തിരക്കി. ഞാനിങ്ങ് വിളിച്ചില്ല, സാന്ദ്രയുടെ വിവരറിയ രാധിക ഇങ്ങോട്ട് വിളിച്ചിരുന്നു. എന്നാ ആ വിവരം പറഞ്ഞിട്ടങ്ങ് വെച്ചാൽ പോരായിരുന്നോ? എന്തിനാ എല്ലാം കൂടെ വിശദീകരിക്കാമെന്ന്? അതിനൊരു അവസരം കാത്തു നിൽക്കുമല്ലായിരുന്നു അല്ലേ? സണ്ണി നീരസത്തോടെ പറഞ്ഞു. എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം നീ വളർന്നിട്ടില്ല സണ്ണി. നല്ലത് എന്താണെന്ന് ചീത്ത എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. തൽക്കാലം എന്നെ പഠിപ്പിക്കാൻ വരേണ്ടതില്ല. എനിക്ക് വലുത് സാന്ദ്രയുടെ കാര്യം തന്നെയാ. പിന്നെ ഇല്ലാത്തൊന്നല്ലല്ലോ ഞാൻ രാധികയോട് പറഞ്ഞു, ഉള്ളതൊക്കെയല്ലേ. സാന്ദ്രയ്ക്ക് വേണ്ടി നീ സംസാരിക്കാത്തിടത്തോളം കാര്യങ്ങൾ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ തന്നെ പറയേണ്ടി വരും. ഇനി വസുവിനോടായിരിക്കും ഞാൻ പറയുന്നത്. നിനക്ക് ഞങ്ങളെയൊക്കെ ജീവനോടെ കാണുന്നുണ്ടെങ്കിൽ നീ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്ക്. അല്ലേ പിന്നെ നിനക്ക് അമ്മച്ചിന്ന് വിളിക്കാൻ ഞാൻ കാണത്തില്ല. ഒരു പോക്കങ്ങോട്ട് പോകും. രണ്ടും കൽപ്പിച്ചാണ് ഞാൻ പറയുന്നത്, മറക്കണ്ട നീ. തെരേസയുടെ വാക്കുകൾക്ക് വല്ലാത്ത തീക്ഷണം ഉണ്ടായിരുന്നു. അത് സണ്ണിയിൽ വലിയ തോതിൽ ഭയമുളവാക്കി. നീ പോയിരുന്നോ? എന്താ അവിടുത്തെ അവസ്ഥ? ചന്തു എന്ന് പറയുന്നടി. കിടക്കാൻ നേരമാണ് ശ്രുതി വിളിക്കുന്നത്. ഫോൺ എടുത്ത് ചിഞ്ചു ചോദിച്ചു. ഒന്നും പറയണെന്റെ ചിഞ്ചു, പോവേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. ഇത്രയും ഡേയ്സ് നീ പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോവാത്ത ഇത് ഓർത്ത് തന്നെയായിരുന്നു. പിന്നെ ചന്തുവിനെ കൂടി കണ്ടിട്ട് ഒരുപാടായില്ലെന്ന് ഓർത്തിട്ടാ കൂടുതൽ ആലോചിക്കാൻ നിൽക്കാൻ ചെന്ന്. അവിടെ അച്ഛൻ്റെ നിന്ന് വയറ് നിറച്ച് കിട്ടിയെനിക്ക്. ഓ, അത് കുഴപ്പമില്ല. എന്തായാലും ഞാൻ കേട്ടതൊന്നും വരില്ല. അങ്ങോട്ട് കാര്യം വിട്. ചന്തും പാർവമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? അതിന് ഞാനവരെ കണ്ടിട്ട് വേണ്ടേ? അകത്തേക്ക് പോലും കയറ്റിയില്ല. നമ്മളെ കൂടിയാണ് ചന്തുവിനെ ഇത്രയും വഷളാക്കിയെന്നും ഇനി ഒറ്റയാൾ പോലും അവളെ കാണേണ്ടെന്നും പറഞ്ഞ് വെളിയിൽ നിന്ന് തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ഭാഗ്യത്തിനാരും കണ്ടില്ല. ചുറ്റുപാടൊക്കെ വീടുള്ളതല്ലേ. നാണക്കേടായതിന് എനിക്ക്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? എങ്ങനെ ചന്തു ഇത്രയും കാലം ആ വീട്ടിൽ? ഓർക്കാൻ കൂടി വയ്യ. നീ എപ്പോഴും പറയുമ്പോൾ ഞാൻ ഇത്രക്കൊന്നും കരുതിയിരുന്നില്ലടി. ഒന്നില്ലേലും ഞാൻ ഈ ചുറ്റോട്ട് തന്നെയല്ലേ. പണ്ടേ ചന്തുവിൻ്റെ ഒപ്പമുണ്ട്. പുതുതായിട്ട് ഇന്ന് വന്നൊന്നല്ലല്ലോ. അവളുടെ അപ്പാവുക്ക് എന്നെയും വീട്ടുകാരൊക്കെ നന്നായിട്ട് അറിയാം. എന്നിട്ടാ എന്നോട് അങ്ങനെ പെരുമാറിയത്. സത്യം പറഞ്ഞാൽ സഹിച്ചില്ലടി. കരച്ചിൽ വന്നു പോയി. സാരമില്ല, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നിന്നോട് അങ്ങനെ പെരുമാറുന്ന ഞാൻ കരുതിയില്ല. അതുകൊണ്ടൊന്നും പോയി അവിടുത്തെ വിവരാന്വേഷിക്കാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആകെ ഒരു പ്രതീക്ഷ വസുവിൽ മാത്രം. ചിഞ്ചു ഒന്ന് വിശ്വസിച്ചു. അതെ, ഞാനത് പറയാൻ വരികയായിരുന്നു. എളുപ്പം നാളെ മറ്റാർക്കും കൊടുത്തേക്കില്ല വസു. എങ്ങനെയായാലും ആ കൂടെ കൂട്ടിക്കോളും. ശരി, ഞാനൊന്ന് വസുവിനെ വിളിക്കട്ടെ. നീ വെച്ചോ, നാളെ കാണാം. ചിഞ്ചു കോൾ കട്ട് ചെയ്തു. ശേഷം വസുവിനെ വിളിച്ചു. എങ്കിലും അത് ഔട്ട് ഓഫ് കവറേജ് ഏരിയാന്ന് റെസ്പോണ്ട് ചെയ്തു. പിന്നെയും ട്രൈ ചെയ്തപ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ശരൺ എവിടേക്കെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി കാണുമെന്ന് ഊഹിച്ചു അവൾ. ശരണിന് യാത്രകളും കറക്കങ്ങളും ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് രാത്രിക്ക്. മൈൻഡ് ഫ്രഷ് ആവാൻ വസുവും മടികൂടാതെ ശരണിനൊപ്പം പോയി കാണണം. എന്തൊക്കെയോ ഓർത്തും ചിന്തിച്ചുമൊക്കെ ചിഞ്ചു ഉറക്കത്തിലേക്ക് വഴുതി. രാവിലെ ഉണരുന്ന ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടാണ്. വസുവിന് മെസ്സേജ് ഇട്ടിരുന്നു രാത്രി. അതുകൊണ്ട് വസുവായിരിക്കുന്ന കരുതിയെങ്കിലും അൺനോൺ നമ്പരായിരുന്നു. ആരാണെന്ന് ഓർത്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തും മറുപുറത്തുനിന്ന് അത്രയേറെ പരിചിതമായ ശബ്ദം. പക്ഷെ അത് അവൾക്ക് അവിശ്വസനീയമായി തോന്നി. സംശയത്തോടെ ഒന്നുകൂടെ ഫോണിലേക്ക് നോക്കി ഹലോ എന്ന് മൊഴിഞ്ഞു അവൾ. മുന്നിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ശരീരം, ചുറ്റിനും ഉറക്കെയുള്ള കരച്ചിലുകളും വിലാപങ്ങളും കേൾക്കാം. സണ്ണി പകപ്പോടെ അരികിലേക്ക് ചെന്ന് ആ രൂപത്തിന് മുകളിൽ നിന്ന് തുണിയേർത്തി. തൊട്ടു പോരുത്, നീ കാരണ, നീ ഒറ്റൊരുത്തം കാരണ, നീ കാണുകൂടി ചെയ്യരുത് അവളെ. എത്ര കരഞ്ഞു പറഞ്ഞ എന്റെ കൊച്ച്, നീ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഈ കിടപ്പ് കിടക്കുമായിരുന്നോ? നിലവിളിച്ച് കരയുന്നതിനിടയിൽ തെരേസ ഓടി വന്ന് അതിശക്തമായി തന്നെ സണ്ണിയെ തള്ളി മാറ്റി. അമ്മച്ചി, ഞാൻ... സണ്ണി ഉരുകയായിരുന്നു. ഒരു തുള്ളി കണ്ണീര് വീണു പോലും നിന്റെ കണ്ണീര്. നിന്നോട് യാചിക്കും പോലെ ഞാൻ പറഞ്ഞില്ലേടാ അവളെ കൊലക്ക് കൊടുക്കരുതെന്ന്. ഞാൻ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാ? ഞാനും പോവാ എന്റെ കൊച്ചിനൊപ്പം. എന്റെ ശരീരം ഉണ്ടാകോടെ. തെരേസ അടുക്കള ലക്ഷ്യമാക്കി ഓടി. പിന്നാലെ സണ്ണി ഓടി ചെല്ലുമ്പോഴേക്കും വാതിൽ ശക്തമായി അടഞ്ഞിരുന്നു. സെക്കൻഡ് നേരങ്ങൾക്കുള്ളിൽ അവിടമാകെ മണ്ണെണ്ണയുടെ ഗന്ധം പടരുകയും തെരേസയുടെ നിലവിളി വരികയും ചെയ്തു. അമ്മച്ചി! അവൻ ഉറക്കെ വിളിച്ചു. നന്നേ കിതക്കുന്നുണ്ടായിരുന്നു. ഒന്നും വ്യക്തമായില്ല അവന്. ബെഡ് ലാമ്പിന്റെ അരണ്ട വെളിച്ചം കണ്ടപ്പോൾ മാത്രമാണ് അതൊരു സ്വപ്നമായിരുന്നു അവൻ തിരിച്ചറിഞ്ഞത്. നെഞ്ചിൽ കൈവച്ച് നന്നായി ശ്വാസം എടുത്ത് വിട്ടു. ചെയറിൽ കിടക്കുന്ന ടവലെടുത്ത് കഴുത്തുമുഖവും ഒപ്പി. അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്ത ജഗ്ഗിലെ വെള്ളം മുഴുവൻ മടക്കുമടക്കായി അവൻ കുടിച്ചു തീർത്തു. എന്നിട്ടും പരവേശം അടങ്ങിയില്ല. അത്രയ്ക്കും ഭയന്നുപോയിരുന്നു. മുന്നിൽ വീണ്ടും വീണ്ടും തെളിയുന്ന ആ സ്വപ്നം മാത്രം. സാന്ദ്രയുടെ ചേതനയേറ്റ ശരീരവും അമ്മച്ചിയുടെ അലറിയുള്ള കരച്ചിലും. എണീറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നുവെങ്കിലും പിന്നെ ഒന്ന് ഇരിക്കാനോ കിടക്കാനോ സാധിച്ചില്ല അവന്. നേരെ സാന്ദ്രയുടെ മുറിയിലേക്ക് ചെന്നു. തെരേസ നല്ല ഉറക്കമായിരുന്നു. സാന്ദ്രയെ കണ്ടില്ല. ഒരു നിമിഷം അവന്റെ ശ്വാസം ഒന്ന് വിലങ്ങി. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ മാത്രമാണ് അവൻ ആശ്വസിച്ച് പതിയെ ഡോറ് ചാരി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ടും ആ സ്വപ്നം അകന്നില്ല അവനിൽ നിന്നും. മിഴിവോടെ കൺമുമ്പിൽ തെളിഞ്ഞുകൊണ്ടേയിരുന്നു. അത് അവനെ അത്രമേൽ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തു. പാപ്പ, ഹാവ് എ ഹാപ്പി ന്യൂസ്. കുളി കഴിഞ്ഞിറങ്ങുന്ന എബ്രാഹിമിന് മുമ്പിലേക്ക് ചിഞ്ചു ഓടി വന്നു. എന്താടി രാവിലെ തന്നെ? ഇന്ന് കോളേജിന് അവധി വല്ലതും ആണോ? തലതൂർത്തിക്കൊണ്ട് എബ്രാഹിമിനെ നോക്കി. അയ്യോ പപ്പ,
പപ്പ എന്ന് തുടങ്ങി ഇങ്ങനെ അസ്ഥാനത്ത് കയറി തമാശ ചോദിക്കാൻ? ഇത് അതൊന്നുമല്ല, എനിക്ക് സണ്ണിയുടെ കോൾ ഉണ്ടായിരുന്നു. ഐ എം സോ എക്സൈറ്റഡ് പപ്പ. കർത്താവേ, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കും വയ്യേ. സണ്ണിയോ? നീ ഇങ്ങനെ ചാടിക്കളിക്കാൻ കാര്യം പറ. ഇപ്പൊ എന്തോ ഒരു കോള്, എന്താവും പറഞ്ഞു? എന്നെ കാണുന്നു പറഞ്ഞു. കാര്യം എന്നാണ് പറഞ്ഞില്ല. ഇന്ന് ഫ്രീ ഉണ്ടാവും ചോദിച്ചു. നീ എന്തു പറഞ്ഞു? എന്നാൽ ഇപ്പൊ എന്തായിരിക്കും ഒരു മീറ്റിംഗ്? എബ്രാ ആലോചനയോട് ചോദിച്ചു. അറിയില്ല പപ്പ, ബട്ട് ഞാനിപ്പോൾ എത്ര ഹാപ്പിയാണെന്നോ. ആദ്യമായിട്ട് സണ്ണി എന്നെ വിളിക്കുന്നു, എന്നോട് സംസാരിക്കുന്നു. അതിനൊരു ആവശ്യത്തിനാണെന്നാൽ പോലും എനിക്ക് സന്തോഷം നൽകുന്ന കാര്യം പപ്പ. ചിഞ്ചുവിന്റെ മുഖത്തും വാക്കുകളിലും അതിയായ ആനന്ദം നിറഞ്ഞിരുന്നു. അത് പക്ഷെ എബ്രാഹിമിനെ വേദനിപ്പിക്കുകയാണ് ചെയ്ത്. അവൾ ഇന്ന് മാത്രം സണ്ണിയെ സ്നേഹിക്കുന്നു. പക്ഷേ തിരിച്ച് സ്നേഹിക്കണമെന്ന് അവനോട് ആവശ്യപ്പെടാനോ ഈ ഒരു കാര്യത്തിൽ അവനെ തെറ്റു പറയാനോ ആവില്ല. എങ്കിലും ചിഞ്ചുവിന് എങ്ങനെ സണ്ണിയോട് ഇത്ര കണ്ടൊരു സ്നേഹമുണ്ടായി എന്നത് എബ്രാഹിം വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഹലോ, ഇതെന്താണ് ഈ ആലോചിക്കുന്നത്? ഫ്രീ ആണെന്ന് ചോദിച്ചപ്പോൾ ക്ലാസ്സിലെന്ന് പറഞ്ഞു. എങ്കിൽ ഈവനിങ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒന്നും നോക്കാൻ ഞാൻ യെസ്സും പറഞ്ഞു കഴിഞ്ഞു. കണ്ടിട്ട് വാ, കാര്യം എന്താണെന്ന് അറിയാലോ. പിന്നെ ലേറ്റ് ആവുന്നുണ്ട്, എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്തേക്കണം. ഞാനും പയ്യെ വന്നാൽ മതിയല്ലോ. ഓക്കെ, ഞാനത് വിളിച്ചിട്ട് വരാം. ഇന്നിത്തിരി മെനയിലൊക്കെ ചെന്നേക്കാം. ഞാൻ പറഞ്ഞാൽ നീ നന്നാവില്ല. സണ്ണിയുടെ ഒരു കോള് വരുമ്പോഴേക്കും നന്നായോ നീ? എബ്രാ അവളെ കൂർപ്പിച്ച് നോക്കി. ഞാനിന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഇരുന്നാലും അത് ഈ പ്രൊഡ്യൂസറിന്റെ കുഴപ്പമായിരിക്കും. കേട്ടിട്ടില്ലേ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഒന്നും? ഇപ്പൊ ചെല്ലട്ടെ, തീരെ ടൈമില്ല. എബ്രാഹിമിന്റെ കവിളൊന്ന് പിച്ചി വലിച്ചുകൊണ്ട് അവൾ തന്നെ മുറിയിലേക്ക് നടന്നു. കർത്താവേ, എല്ലാം നല്ലതിനായിരിക്കണേ. എന്തുണ്ടായാലും അവളെ തളർത്തിയേക്കല്ലേ. എബ്രാഹിം മുന്നിലുള്ള തിരുരൂപത്തിലേക്ക് നോക്കി കണ്ണുകൾ ചിമ്മി. എന്താ പറഞ്ഞ്? കേട്ടത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞെട്ടിലോടെ സണ്ണിയെ നോക്കി. എന്റെ മുന്നിൽ ഇതെല്ലാം മറ്റൊരു വഴിയുമില്ല. സണ്ണിയുടെ സ്വരം ദുർബലമായിരുന്നു. കാണുന്നെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നിനു വേണ്ടിയാണെന്ന് കരുതിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ചിഞ്ചു അരിശത്തോടെ പറഞ്ഞു. പിന്നെ നീ എന്ത് കരുതി? ഞാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും എനിക്ക് സണ്ണിൽ നിന്ന് കിട്ടുന്നിരുന്നില്ല ഞാൻ വന്ന്. ആദ്യമായിട്ടൊന്ന് വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആ സന്തോഷത്തിന്റെ പുറത്താ കാണാമെന്ന്. അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. സണ്ണിൽ നിന്ന് ഇങ്ങനൊരു ആവശ്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഉള്ളിലെ വേദന പുറത്തു വരാതിരിക്കാൻ ചിഞ്ചു നന്നേ പാടുവിട്ടു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുമ്പിൽ മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് സാന്ദ്രയാണ് വലുത്. അവളെയും കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. സണ്ണിയുടെ അനിയത്തിയല്ലേ, നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണമായിരുന്നു. എന്നെ പറഞ്ഞു അപമാനിച്ച് ഓർക്കുന്നുണ്ടോ? എൻ്റെ പപ്പക്ക് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു വരെ സണ്ണി ചോദിച്ചിരുന്നു. അവളുടെ വാക്കുകൾ പുച്ഛമാണെന്ന് തോന്നി സണ്ണിക്ക്. നീ റിവെഞ്ച് ചെയ്യാണോ? ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു കരുതി നിന്റെ മുമ്പിൽ തലവിനിക്കാൻ വന്നല്ല ഞാൻ. അതൊക്കെ സണ്ണിയുടെ ഇഷ്ടം. ഇപ്പോഴും എന്നോട് ഈ വിരോധം എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി ഞാൻ ചോദിക്കില്ല. എനിക്കൊരിക്കലും കഴിയില്ല വസുവിനോട് ചന്തുവിനെ മറക്കണമെന്ന് പറയാം. ഏതറ്റം വരെയും പോയി അവരെ ഒരുമിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, അല്ലാതെ വേർപിരിക്കാനല്ല. സണ്ണിക്ക് സാന്ദ്ര എത്രത്തോളം വലുതാണോ അതുപോലെ തന്നെയാ എനിക്ക് ചന്തു. ചിഞ്ചു ഉറപ്പിച്ച് പറഞ്ഞു. അല്ലെങ്കിലും വസുവും ചന്ദനെ ഒരുമിക്കാൻ പോകുന്നില്ല. ഒരിക്കലും അവളുടെ അച്ഛൻ അതിന് സമ്മതിക്കില്ല. അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? ആയിരിക്കാം, പക്ഷെ അതൊന്നും സണ്ണിയെ ബാധിക്കുന്ന കാര്യമല്ല. സണ്ണിക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യും. അത് സാന്ദ്രയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സണ്ണി ഒരു നിമിഷം നിശബ്ദനായി. ആർക്കും തന്റെ അവസ്ഥ മനസ്സിലാവുന്നില്ല. പക്ഷെ ഇനിയും സാന്ദ്രയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാനും വയ്യ. നീ എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഞാനും നിനക്കൊപ്പം നിൽക്കുന്നതായിരിക്കും. മനസ്സിലായില്ല. ചിഞ്ചുവിന്റെ മുഖം ചുളിഞ്ഞു. നിന്റെ ഇഷ്ടം ഞാൻ അംഗീകരിക്കുന്നത്. ആഹാ, അസലായിട്ടുണ്ട്. ഇപ്പൊ സണ്ണിക്ക് ശരണിനെ കുറിച്ച് ചിന്തയില്ലേ? ഓ സോറി, വസുവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ അല്ലേ? ആകെ സാന്ദ്രയെ മാത്രമേ ഓർക്കുന്നുള്ളൂ. നോക്കൂ, എത്ര സ്വാർത്ഥരാണല്ലേ മനുഷ്യന്മാര്. എത്ര വേഗത്തിലാ കൂടെ നിൽക്കുന്നവരെയും വിശ്വസിക്കുന്നവരെയും വഞ്ചിക്കാൻ കഴിയുന്നത്. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാ, സണ്ണിയിൽ നിന്ന് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത് ഞാൻ അറിയുന്ന സണ്ണിയല്ല. എന്റെ പപ്പയും വസുവും ശരണൊക്കെ പറഞ്ഞ് ഞാൻ അറിയുന്ന സണ്ണി ഇങ്ങനെയൊന്നുമല്ല. എന്നെ തിരസ്കരിച്ചിട്ട് പോലും സണ്ണിയോടുള്ള എന്റെ ഇഷ്ടം ഒരണുവിണ പോലും കുറയാതിരുന്ന് ആ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സണ്ണി എന്നെ വീണ്ടും തോൽപ്പിച്ച് കളഞ്ഞു. എന്റെ പ്രണയത്തിന് എത്ര ഭംഗിയായിട്ട് നിങ്ങൾ വിലയിട്ട്. ആ വില പക്ഷെ എന്റെ ചന്തുവിന്റെ ജീവിത. അവളുടെ ഇഷ്ടവും സ്വപ്നങ്ങളും തകർത്തിട്ട് വേണ്ട എനിക്കെന്റെ പ്രണയം നേടാൻ. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വപ്നം കാണാത്തവളായിരുന്നു അവള്. ആദ്യമായി കണ്ട സ്വപ്നം വസുവാ. അത് അവളെ നിറച്ച് ഈ ഞാനും. ആ ഞാനാണ് ഇനി പോയി വസുവിനോടും ചന്ദിനോടും പറയേണ്ടത് നിങ്ങൾ മറക്കണം പിരിയണം എന്നൊക്കെ. എത്ര ഒതുക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും ചിഞ്ചുവിന്റെ വിങ്ങൽ പുറത്തേക്ക് വരിക തന്നെ ചെയ്തു. ശബ്ദം ചിലമ്പിച്ചു, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു കണക്കിന് നീകളെല്ലാം തുടങ്ങി വെച്ച്, അപ്പൊ നീയായി തന്നെ അവസാനിപ്പിച്ചേക്ക്. സണ്ണിയോടെ മുഖത്തേക്ക് നോക്കിയതേയില്ല. നെഞ്ചിനെ കല്ലുപോലെ ഉറപ്പിച്ച് നിർത്തി. അത് പറയാൻ സണ്ണി ആരാ? എന്നാ വസുവിനോട് തന്നെ പോയി പറയായിരുന്നില്ല. നിങ്ങൾക്ക് ഫ്രണ്ടും വേണം അനിയത്തിയും വേണം. രണ്ടാളെയും നഷ്ടപ്പെടുത്താൻ വയ്യ. വസുവിനോട് ഇക്കാര്യം സംസാരിച്ചാ അതവന് നിങ്ങളോടുള്ള അടുപ്പം കുറക്കോ അതോ അവന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഇല്ലാതെയായി പോകുന്നുള്ള ഭയം നിങ്ങൾക്ക്. ചന്ദനയെ പതി ഒഴിവാക്കി സാന്ദ്രയുടെ കാര്യം അവതരിപ്പിക്കണം നിങ്ങൾക്ക്, അല്ലേ? ബുദ്ധി കൊള്ളാം. എന്തു വന്നാലും ഞാൻ അതിനെ സമ്മതിച്ചേരില്ല. സങ്കടവും ദേഷ്യവും അവളെ വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരുന്നു. സണ്ണിയോട് സീറ്റി അവൾ. ശരി, വേണ്ട. ഞാൻ ചന്ദനയോട് സംസാരിച്ചോളാം ഇതേപ്പറ്റി. അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. സണ്ണി പ്രതീക്ഷിച്ച പോലെ തന്നെ ചിഞ്ചു ഒന്ന് ഞെട്ടി. ചന്ദന മാത്രമാണ് ചിഞ്ചുവിന്റെ ബലഹീനതയെന്ന് സണ്ണിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പാടില്ല, അവളൊന്നും അറിയരുത്.
അല്ലാതെ തന്നെ അവൾക്ക് സമാധാനമില്ല. ഞാൻ നിന്നോടൊരു തർക്കത്തിനോ മത്സരത്തിനോ വന്നല്ല. കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എൻ്റെ മുമ്പിൽ മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. വസുവിനോട് എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയില്ല. ശരണിനെ കൊണ്ട് സംസാരിപ്പിക്കാനാവില്ല. അഥവാ ഞാൻ പറഞ്ഞു തന്നെ ഇരിക്കട്ടെ, വസുവിനോട് മനസ്സിൽ ചന്ദനമുള്ളിടത്തോളം അവനൊരിക്കലും ഇക്കാര്യം സ്വീകാര്യപ്രദമാവില്ല. ആദ്യം ചന്ദനയാവും മറന്നുകളയട്ടെ. അതിനെനിക്ക് നിന്റെ സഹായം വേണ്ട. നീ പറഞ്ഞാൽ അവൻ വിശ്വസിക്കുകയും കേൾക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചന്ദനയുടെ ഭാഗവും നീ തന്നെ ക്ലിയർ ചെയ്യണം. അവളുടെ വിവാഹം ഉണ്ടാവുന്നില്ലേ പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാനാവും. ഈ ഒരു മീറ്റിനെ കുറിച്ച് ഒരിക്കലും ശരണവസു അറിയണ്ട. അത് ചിലപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പോലും ബാധിച്ചേക്കാന്നല്ലാതെ നിനക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. മറിച്ച് സാന്ദ്രയുടെ കാര്യത്തിൽ എനിക്ക് സമാധാനിക്കാൻ ഒരു വകയുണ്ടാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നീ അന്ന് പറഞ്ഞ ആ ഇഷ്ടം അത് ഞാൻ അംഗീകരിച്ചത് നീക്കാം. തീരുമാനിക്കേണ്ടത് നീയാണ് എന്തു വേണമെന്ന് പറഞ്ഞിട്ട് സണ്ണി മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് എന്തോർത്ത പോലെ തിരിഞ്ഞവളെ നോക്കി. ഞാൻ ആ വഴിക്കാണ്, വരുന്നുണ്ടോ? മറുപടിയൊന്നും ഉണ്ടായില്ല. അവൾക്കൊന്ന് ഉറക്കെ കരയണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. നിന്നോടാ ചോദിച്ച് കേട്ടില്ലേ? വരുന്നില്ല, വണ്ടിയുണ്ട്, ഞാൻ പോയിക്കോളാം. തന്നെ നോക്കാൻ പോലും അവളിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നി സണ്ണിക്ക്. കുറച്ചു മുന്നേ വരെ ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നത് പ്രണയം മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ തീർത്തും ദേഷ്യവും അനിഷ്ടമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വന്നതെന്ന് അവനെവിടെയോ തെല്ലുലച്ച് കളഞ്ഞു. എങ്കിലും അധികം ഒന്ന് ചിന്തിക്കാനോ ഓർക്കാനോ കഴിയുമായിരുന്നില്ല അവന്. സാന്ദ്ര അവൾ മാത്രമാണ് മുന്നിൽ. അവളുടെ കാര്യോർത്ത് മാത്രമാണ് ആദി. അവൾക്ക് വേണ്ടി താൻ ഇങ്ങനെ ആവേണ്ടിയിരിക്കുന്നതെന്ന് അവൻ വേദനയോടെ ഓർത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.